ഞങ്ങളെല്ലാവരും കൂടെ ഇന്ന് ബീച്ചിൽ പോകാൻ പോവാണ്. കുറേ ദിവസമായിട്ട് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ബീച്ചിൽ പോകണം. അങ്ങനെയാണ് ഇടയ്ക്ക് മാനാശ്ശേരിയിൽ ആ ഒരു ബീച്ചിലൊന്ന് ഇറങ്ങാൻ പറ്റിയത്. അപ്പം പക്ഷെ കളിച്ച് കുറച്ച് നേരം നിന്നല്ലേ ഉള്ളൂ. ഇരുട്ടായിരുന്നാണ് ഞങ്ങൾ വേഗം പോയി ഇങ്ങോട്ട് തിരിച്ച് പോരേണ്ടി വന്നു. അപ്പോൾ ഇന്ന് വൈകുന്നേരം ഒരു ക്ലാസ്സിൽ നിന്ന് വന്നിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ ബീച്ചിൽ പോവാണ്. പുത്തൻതോട് എന്ന് പറയുന്ന സ്ഥലത്താണ്. കണ്ടമാലി കേട്ടിട്ടുണ്ടാവുമല്ലോ, അവിടെ പുത്തൻതോട് ബീച്ചിലാണ് ഞങ്ങൾ പോകാൻ പോകുന്നത്. സാർ റെഡിയായ? യെസ്, സാറ് റെഡി. അപ്പോൾ എല്ലാവരും റെഡി. നേരത്തെ പോയേക്കാം, വേഗം പോയേക്കാം. ഓക്കെ, വേഗം കയറിക്കോ. ഇപ്പൊ തന്നെ ലേറ്റായി, മഴക്കാരുള്ളതുകൊണ്ടേ. ആ മഴക്കാരുണ്ടേ, അപ്പം അവിടെ ഇരുട്ടാവും പെട്ടെന്ന്. എനിക്ക് ഗേറ്റ് അടക്കണം, വണ്ടി എടുത്തോ. ഇതാണ് ബീച്ചിലോട്ടുള്ള വഴി. പണ്ടി വഴി ഭയങ്കര മോശം വഴിയായിരുന്നു, പക്ഷെ ഇപ്പൊ നല്ല സൂപ്പറാക്കി. മഴക്കാരില്ലായിരുന്നെങ്കിൽ നല്ല അടിപൊളിയായിരുന്നു അല്ലേ? ആ നല്ല കളർ സ്കൈ, ഭയങ്കര ആകാശം നല്ല ഭംഗിയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ. കടലതേ എത്തിക്കൊണ്ടിരിക്കുന്ന കടലിലേക്ക് നമ്മള് പോകുന്നത്. അതല്ലത് തോടാണ്. സൂക്ഷിച്ച് ഇറങ്ങാൻ നമുക്ക് നോക്കട്ടെ. വണ്ടിയുടെ പാർക്ക് നമ്മൾ എത്ര നാളായല്ലേ നമ്മള് ചാനൽ തുടങ്ങിയ സമയത്ത് വന്നതല്ലേ, പിന്നെ വന്നിട്ടില്ലല്ലോ. അല്ല അങ്ങോട്ട് ചെന്നിട്ട് ഊരിയാ പോരെ. എന്റെ കൈ ഉളുക്കിയിരിക്കണ. അങ്ങനെ മണ്ണെടുത്തെറിഞ്ഞാലേ കണ്ണിലോട്ട് വരൂട്ടാ. ആ നല്ല കാറ്റല്ലേ. ആ ഞാൻ വരില്ല, പപ്പയും മക്കളും കൂടി പൊക്കോ. സൂക്ഷിച്ചേട്ടാ, സൂക്ഷിച്ചേ. പേടിപ്പിക്കണല്ല, ശ്രദ്ധിക്കണം. ചെല്ലു ഡോപ്പി പോയിക്കോ, ഡോപ്പി പൊക്കോ. അവളുടെ കൂടെ എങ്ങോട്ട്? അല്ല താൻ പൊക്കോടോ, എനിക്ക് പേടിയാവേ. ആ എനിക്കിങ്ങനെ ബീച്ച് കാണാനൊക്കെ ഇഷ്ടമാണ്, പക്ഷെ അങ്ങോട്ട് പോയി കളിക്കാനൊന്നും വലിയ ഇൻട്രസ്റ്റ് ഇല്ല. എന്ത് പറ്റി? ആ ചെരുപ്പൂരിട്. ഞാൻ അവിടെ പോയിരിക്കണോ? ആ അല്ല കുറച്ചു നേരം കഴിഞ്ഞിട്ട് വേണ്ട, അങ്ങോട്ട് വരാല്ലേ എന്ന്. അല്ലെങ്കിൽ അതാ ചെരുപ്പ് അവിടെ കൊണ്ട് ഇട്ടിട്ട് വരട്ടെ. ഇവിടെ ഇട്ടാ മതിയോ? ആ എന്നാ ഞാനും വരാം അല്ലേ? എന്റെ ദൈവമേ, എന്താ ഒരു ഭംഗിയല്ലേ. കൊറേ പേരവിടെ കളിക്കുന്നുണ്ട്. ഡോപ്പി അത് തട്ടിക്കൊടുക്കാൻ പോയാ? ആ ആണ്. ഒരുപാട് ദൂരേക്ക് പോലേട്ടാ. ഞാൻ കടലിറങ്ങിയിട്ട് വർഷങ്ങളായി. ഞാൻ എപ്പോ വന്നാലും ഇവിടെ ചെരുപ്പ് നോക്കി ഞാൻ ഇങ്ങനെ അവിടെ കരയിലിരിക്കാറേ ഉള്ളൂ. എന്തോ ഒരു പേടി, എന്തോ ഒരു പ്രശ്നമാണ് എനിക്ക് കടലിനോട്. ഓ മൈ ഗോഡ്, എമ്മിക്കുട്ടിയുടെ സന്തോഷം. എമ്മിക്കുട്ടി പാമ്പല്ല, ചെരുപ്പതേ ഇല്ല, അവിടെ ഉണ്ട്. ഉപ്പുണ്ടല്ലോ എന്നാ. ആ കടലിൽ പിന്നെ ഉപ്പാണ്, കടൽ വെള്ളത്തിന് ഉപ്പാണ് കടൽ വെള്ളം. ആ കിടന്നോ. മേത്ത് പിടിക്കരുതട്ടാ. ആ തുടച്ചോ? ഓക്കെ അല്ലേ? ലൈറ്റ് ഒക്കെ പോയിട്ടോ, പക്ഷെ എന്നിട്ടും അതിന്റെ ഇടയിൽ എവിടെയോ കണ്ടോ? ദേ നോക്ക്, കാണാമോ ഇതിനകത്ത്? ആ അവിടെ മാത്രം ഇങ്ങനെ പ്രകാശം കേട്ടോ. എനിക്ക് ശരിക്കും പേഴ്സണലി പോവാനായിട്ടേ മഞ്ഞും അല്ല
അല്ലാതെ കോടമഞ്ഞ് അല്ലെങ്കിൽ മലമ്പ്രദേശങ്ങൾ അങ്ങനെയൊക്കെ പോകാനായിട്ട് എനിക്കിഷ്ടം. എനിക്ക് ബീച്ചിൽ വരാൻ ചിലപ്പോൾ ഈ നാട്ടുകാർ നിങ്ങൾക്ക് എവിടെയാണ് പോകാനായിട്ട് ഇഷ്ടം എന്നുള്ള കമൻറ്റ് ചെയ്യണം. ഇവർക്ക് ചെല്ലാനത്താണ് താമസിക്കണമെങ്കിലും ബീച്ച് എടുത്താണെങ്കിലും ഇത് നിങ്ങൾക്ക് ബീച്ചിൽ വരാൻ തന്നെയാണ് ഇഷ്ടം. ബീച്ച് ഭയങ്കര ഇഷ്ടമാട്ടോ ഇവർക്ക്. അപ്പോൾ നിങ്ങൾക്ക് എവിടെയാണ് പോകാൻ താല്പര്യം എന്നൊക്കെ പറയണം കേട്ടോ. പിന്നെ ചെറുപ്പത്തിലൊക്കെ ഇങ്ങനെ നമ്മൾ വീട്ടുകാരുടെ കൂടെയൊക്കെ ബീച്ചിൽ വരുമ്പോൾ ഉണ്ടല്ലോ കടപ്പുറത്ത് വന്നിട്ട് ഇങ്ങനെ എഴുതും ഒരു സംഭവം. അതെന്താണെന്ന് അറിയാവുന്ന ഒരു കമൻറ്റ് ചെയ്യണം. റഫിക്ക് അറിയാമോ എന്താന്ന്? അറിയാമോ സാറൊക്കെ അറിയാമോ? കടല് കാണാൻ വരുമ്പോ അറിയാമോ? എല്ലാവർക്കും അറിയാല്ലേ. കടല് കാണാൻ വരുമ്പോ കടപ്പുറത്തൊരു മണലിങ്ങനെ എഴുതും ഒരു കാര്യം. ജ്യോതി. ആ ഓക്കെ ഓക്കെ. അപ്പൊ അറിയാൻ പാടാത്ത ഒരാളുണ്ട്. കടലമ്മ പെരുങ്കള്ളിന്ന് എഴുതും. അവരത് വായിക്കോ നോക്കും അല്ലെ? കരകളിയല്ല കടലമ്മ ആണോ? അത്രേ ഉള്ളോ? ആ ഞാനൊക്കെ കടലമ്മ. നിങ്ങൾ എന്താ എഴുതണേന്ന് കമന്റ് ചെയ്യണം കേട്ടോ. ആ ഞാൻ കടലമ്മ പെരുങ്കള്ളി. ഇല്ലമ്മ ചോദ്യം പറഞ്ഞ ശരിയാണ്. കടലമ്മയുടെ നാള് ചോദ്യാണ്. അതുകൊണ്ട് ചോദ്യയിലുള്ള ജനിച്ച ആൾക്കാരൊന്നും കടലമ്മ എടുത്തോണ്ടും പോകുമെന്ന് പറയാനുണ്ട്. അപ്പൊ ചോദ്യം എഴുതി വെച്ച് കഴിഞ്ഞാൽ കടലമ്മ കൊണ്ടുപോകുന്നൊക്കെ പറയാനുണ്ട്. അല്ല ഞങ്ങൾ ഷോർട്ട്സി കണ്ടാ. എന്താ ഇഷ്ടപ്പെട്ടാ? എമ്മിക്കുട്ടിക്ക് എന്താ ഇഷ്ടം? ബീച്ചാണോ ഇഷ്ടം? മലയാണോ ഇഷ്ടം? പാർക്കാണോ ഇഷ്ടം? എന്താ ഇഷ്ടം? ബീച്ച്. വെള്ളത്തിൽ കളിക്കാനല്ലേ? വെള്ളത്തിൽ കളിക്കാൻ ആർക്കൊക്കെയാണ് ബീച്ച് ഇഷ്ടമുള്ളതെന്ന് കമന്റ് ചെയ്യട്ടെ. അയ്യോ റബു മക്കളും കുളിച്ച എന്നെ തുടർന്നത് ഉപ്പോളം മഴ വരുന്നല്ലേ? ഇവര് പറയുന്നത് ഷോർട്സിലൊക്കെ കണ്ടിട്ടുണ്ട് കടലമ്മയുടെ നാളെന്തോ ചോദ്യാണ്. അപ്പൊ ചോതി നക്ഷത്രം ഉള്ളവരെയൊക്കെ കടലമ്മ എടുത്തോണ്ട് പോകുന്നു. അതെനിക്കറിഞ്ഞൂടാ. എനിക്കറിഞ്ഞൂടാ. ഞാനിപ്പോ കേൾക്കുന്നു കടലമ്മക്ക് നാളുണ്ട് ചോദ്യാണെന്നൊക്കെ. ഞാൻ നിക്കത്തില്ല. ഇവിടെ വരെ രാത്രിയാവുമ്പോ കടലോട്ട് വരാൻ പാടില്ല. ചെരുപ്പെടുത്ത് എമ്മിക്കുട്ടി ഇട്ടാ ചെരുപ്പ്. എമ്മിയുടെ ഇപ്പൊ നോക്ക്. എന്താണെന്ന് അതിന് നീ ഡ്രസ് ഇട്ടിട്ടുണ്ടല്ലോ. ഡ്രസ് മാറാ. അത് തന്നെ. മഴ വന്ന് എല്ലാരും ഓടി അകത്ത് കയറി. ഇവിടെ കടപ്പുറത്ത് ഉണ്ടായിരുന്നവരും എല്ലാരും ഓടിക്കളഞ്ഞല്ലേ. ചെറിയ മഴ. പുറത്തുനിന്ന് ഫുഡ് കഴിക്കാം. പുറത്ത് പോയി. പിന്നെ പുറത്താണല്ലോ. ഓക്കെ ഇനി വീട്ടിൽ ചെന്ന് പുറത്ത് വന്നല്ലോ. ഇനി വീട്ടിൽ ചെന്ന് ഫുഡ് കഴിക്കാം. ഉടുപ്പ് മാറും. ഇതെങ്ങനെ ഈ കോളത്തിൽ കൊണ്ടുപോകും? എവിടെ നിന്ന് വന്നു വിചാരിക്കൂലേ അവര്? തുടച്ചുടുപ്പിട്ട് നോക്കട്ടെ. ആഹാരത്തിൽ പോയി ആഹാരം കഴിക്കാം. നമ്മളിവിടെ വന്നിട്ടുണ്ട്. നല്ല മസാലയുടെ മണം. കടലിൽ കളിച്ചവരൊക്കെ നന്നായി കഴിക്കോട്ടെ. ഉപ്പുണ്ടാവും. സാർ ചേച്ചിക്ക് പ്ലേറ്റ് ഉണ്ടമ്മേ. ഫ്രൈഡ് റൈസ് എത്തി. ചില്ലി ചിക്കൻ എത്തി. പുട്ടിന് കറി പറയണ്ടേ? ചിക്കൻ മതിയാ? ചിക്കൻ മതി. മതി. നീ തിന്ന് കഴിയട്ടെ മോളെ. തിന്ന് കഴിയുമ്പോഴേക്കും തീർന്നു പോയിട്ടുണ്ടാവും. ആണോ? വീഡിയോയില് പറഞ്ഞല്ലേ റവേക്കയ്ക്ക് ഫ്രൈഡ് റൈസ് ആണ് ഇഷ്ടം. പുട്ടിനകത്ത് ക്യാരറ്റ്.
പീരയ്ക്ക് പകരം ക്യാരറ്റ്. തരാം കുട്ടന് തരാം. കുറച്ച് വെള്ളം വേണം. അങ്ങനെ ഇവരുടെ ഫ്രൈഡ് റൈസ് വന്നു. ഒയ്യോ ഞാനിവിടെ വെള്ളം ഒഴിച്ചു. അപ്പോൾ ഇവരുടെ ഫ്രൈഡ് റൈസ് വന്ന് ഇവരിതേ കഴിച്ചു തുടങ്ങിയിട്ടാ. ഇത് ഭയങ്കര ഒരു ഇത് എൻ്റെ കുഴപ്പമല്ല കേട്ടാ. ഇതിൻ്റെ ഈ ജഗ്ഗിൻ്റെ കുഴപ്പമാണേ വെള്ളം അങ്ങനെ വരുന്നത്. ടേബിൾ ചെരിഞ്ഞതിൻ്റെ മാത്രമല്ല, ജഗ്ഗിൻ്റെയും കൂടി കുഴപ്പമുണ്ട്. അതാണ് വെള്ളം അങ്ങനെ ചാടിപ്പോകുന്നത്. അപ്പോൾ ഇവരുടെ ഫ്രൈഡ് റൈസ് വന്ന് അവർ കഴിച്ചു തുടങ്ങി. ഞങ്ങളുടെ പുട്ടിന് കറി വരണം, ക്യാരറ്റ് ഇട്ട പുട്ടിന് കറി വരണം. അപ്പം ഞങ്ങളിന്ന് ബീച്ചിൽ പോയി അടിച്ച് പൊളിച്ച്. ഫുഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? സന്തോഷമായിരുന്നു? സൂപ്പറായിരുന്നു ഇന്നത്തെ ദിവസം. അത് നമുക്ക് സൈൻ ഓഫ് ചെയ്ത് പോവാം. അപ്പം നാളെ അടുത്ത് ഞങ്ങളുടെ കാഴ്ചകളും ആയിട്ട് വിശേഷങ്ങളായിട്ടൊക്കെ വരാം. ബൈ ബൈ. അവിടെ ബൈ ബൈ പറയാനത് നേരമില്ല. ബൈ.